ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ചുരുക്കം പേർക്കാണെങ്കിലും ദൈവം സഹായിച്ചല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ തുടർന്ന് ഇന്നും അല്പമായിട്ട് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സീരീസിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8 വരെയുള്ള 8-ാമത്തെ വാക്യമാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ചിലരൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചത് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വിഷയമെന്ന് പറയുന്ന സഭാ കുടുംബ ജീവിതം, അല്ലെങ്കിൽ സഭാ കുടുംബത്തിലെ യോഗ്യമായ നടത്ത എന്നുള്ള വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി, 7-ാമത്തെയും 8-ാമത്തെയും വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചത് സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ എന്ന് പഠിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും സൽപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അത് തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ 5 കാര്യങ്ങളും ചിന്തിച്ചത്. സൽപ്രവൃത്തികൾ നമ്മൾ ശുഷ്കാന്തി ഉള്ളവർ ആയിരിക്കണം, അതുപോലെ സൽപ്രവൃത്തികൾക്ക് നമ്മൾ മാതൃക ഉള്ളവർ ആയിരിക്കണം, അതുപോലെ സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കണം, ഉത്സാഹികളായിരിക്കണം, അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾ മുമ്പന്മാരായിരിക്കണം. ഈ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത്. ഇന്ന് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്നും അല്പമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് ആജ്ഞാപിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ള 2 വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കണം. ഈ വാക്യം തുടങ്ങുന്നത് അവിടെ ദാസന്മാർ എന്നുള്ള പദം പ്രയോഗത്തോടു കൂടിയാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ദാസന്മാർ, നമുക്കറിയാം, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ദാസന്മാരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരാണ് ദാസന്മാർ, അല്ലെങ്കിൽ ഒരു ദാസൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ ദാസന്മാർ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ യജമാനന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഈ 9-ാമത്തെ വാക്യത്തിലും ദാസന്മാരെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ യജമാനന്മാരെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലുള്ള ദാസന്മാരും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദാസന്മാരും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. അതായത് പുതിയ നിയമത്തിലുള്ള ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗം കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും ദാസൻ എന്നുള്ള പ്രയോഗം അവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു അടിമ എന്നുള്ള പദപ്രയോഗത്തോടു കൂടിയാണ് അവിടെ ദാസനെ പ്രധാനമായിട്ടും അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു യജമാനൻ തന്റെ വേല ചെയ്യിക്കുവാൻ, അല്ലെങ്കിൽ അടിമവേല ചെയ്യിക്കുവാനോ തന്റെ വീട്ടുകാര്യങ്ങൾ നോക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങുന്ന ദാസനായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ ദാസന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ദാസന്മാർ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയത്തിലോട്ട് വരുമ്പോൾ അത് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള നമ്മളും ദാസന്മാർ തന്നെയാണ്. അത് നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ്. ഞാൻ ഈ വാക്യം വായിച്ചു വന്നപ്പോൾ ഈ ദാസൻ എന്നുള്ള പദപ്രയോഗം പഴയ നിയമത്തിൽ ചില വ്യക്തിത്വങ്ങളെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഈ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ദാസൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ
അത് പഴയ നിയമത്തിൽ സത്യസന്ധമായ അല്ലെങ്കിൽ ഒരു യജമാനനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ദാസന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ആ തന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മള് പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഈ ദാസൻ എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ ദാസൻ എന്നുള്ള ആ പേരിന് വേലക്കാരൻ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നവൻ അല്ലെങ്കിൽ ബാല്യക്കാരൻ, അടിമ എന്നൊക്കെയുള്ള അർത്ഥം ഈ ദാസന് എന്നുള്ള അർത്ഥമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ നോക്കുമ്പോൾ. എന്നാല് നമ്മള് പഴയ നിയമത്തിൽ ദാസന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ദാസന്മാർ അടിമകളായിട്ടാണ് കൂടുതലും അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും രണ്ട് തരത്തിലുള്ള ദാസന്മാരെ കുറിച്ച് വേദപുസ്തകം പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദാസൻ എന്ന് പറയുന്നത് അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദാസനായിരിക്കും. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ദാസന് അല്ലെങ്കിൽ അടിമ വേല ചെയ്യുവാനായിട്ട് ഒരു യജമാനൻ വില കൊടുത്ത് വാങ്ങുന്ന ഒരു വ്യക്തിയെ ദാസൻ എന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഒരു ദാസനെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ജനിച്ച ദാസന്മാർ എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ്. അപ്പോൾ രണ്ട് വിധത്തിലുള്ള ദാസന്മാരെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞത് വിലയ്ക്ക് വാങ്ങിയ ദാസന്മാർ. ആ ദാസന്മാരെന്ന് പറയുന്നത് അവൻ യജമാനന് എപ്പോഴും അടിമപ്പെട്ട് യജമാനൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ യജമാനന്റെ വീട്ടുകാര്യങ്ങൾ നോക്കി താൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അടിമ വേല ചെയ്യുന്ന ഒരു ദാസനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ ഉപരിയായിട്ട് വീട്ടിൽ ജനിച്ച അല്ലെങ്കിൽ വീട്ടിൽ വളർത്തപ്പെട്ട, വീട്ടിൽ നിന്ന് എടുത്ത, അതായത് യജമാനന്റെ സ്വന്തമായിട്ടുള്ള പുത്രനെ അല്ല ഉദ്ദേശിക്കുന്നത്, ആ യജമാനന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ ദാസന് ചില മുൻഗണനകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് യജമാനന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ ദാസന് ഉണ്ടായിരിക്കും. അതായത് യജമാനന്റെ സ്വത്തുവകൾ നോക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതായാലും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ആ ദാസന് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ രണ്ടു തരത്തിലുള്ള ദാസന്മാര് പ്രധാനമായിട്ടും പഴയ നിയമത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് പ്രത്യേകാല് ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള ഒരു ദാസനെ കുറിച്ച് അല്പമായിട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഈ ദാസൻ എന്നുള്ള പ്രയോഗം ഇവിടെ പറഞ്ഞതുകൊണ്ട് എന്റെ ചിന്തയിൽ വന്ന പഴയ നിയമത്തിൽ ഒരു ദാസന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ അല്പമായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ദാസന്മാരെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ദാസന്മാരുണ്ട്. അതായത് യജമാനന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ദാസൻ. ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു പഠിച്ച ഒരു വ്യക്തിത്വമാണ് എലയാസറിനെ കുറിച്ച്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ അബ്രഹാമിന്റെ ദാസനായ എലയാസറിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ എലയാസറിനെ കുറിച്ച് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അനേക വേദഭാഗങ്ങളൊന്നും കാണുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വരുമ്പോൾ അവിടെ 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 24-ാമത്തെ അധ്യായം, അതുപോലെ ഇസ്ഹാക്കിന് ഇസ്ഹാക്കിന് വിവാഹം കഴിക്കുവാൻ പെൺകുട്ടിയെ അന്വേഷിക്കുന്നതിനോടനുബന്ധിച്ച് 24-ാമത്തെ അധ്യായത്തിൽ എലയാസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഉൽപ്പത്തി പുസ്തകം തന്നെ 15-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ ഈ എലയാസറിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വേദപുസ്തകം മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ചപ്പോൾ ഈ എലയാസറിനെ കുറിച്ച് വലുതായിട്ടൊന്നും കാണുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ എലയാസർ എന്ന് പറയുന്നത് ഈ അബ്രഹാമിന്റെ ഒരു വിശ്വസ്ത ദാസനായിട്ട് ഇരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ അനേക ദാസന്മാരെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. മോശയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ദാസനായ മോശ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ യോസേഫിനെ കുറിച്ച് ആ ഫറവോന്റെ വീട്ടിൽ യോസേഫ് ആയിരുന്നപ്പോൾ അവിടെ ആ ഫറവോന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ആ യോസേഫ് ആ വീട് വിട്ടു പോകുമ്പോൾ ആ ഫറവോന്റെ ഭാര്യ യോസേഫിനോട് പറയുന്നു, എബ്രായ ദാസൻ എന്ന് ഈ യോസേഫിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ പഴയ നിയമത്തിൽ ഈ നയമാന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ദാസി എന്ന് പറയുന്നില്ല എങ്കിൽ തന്നെയും
ആ നയമാന്റെ ഭാര്യയെ ശുശ്രൂഷ ചെയ്തു വന്നതായിട്ട് ആ പെൺകുട്ടിയെ അവിടെ പറയുന്നതായിട്ട് നമുക്ക് 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതായത് ഇവരൊക്കെ ദൈവത്തിനും യജമാനനും വളരെ വിശ്വസ്ത ദാസന്മാരായിരുന്നു. ഈ എലയാസറിന്റെ ജീവിതത്തിലായാലും മോശയുടെ ജീവിതത്തിലായാലും യോസേഫിന്റെ ജീവിതത്തിലായാലും ഈ നയമാന്റെ വീട്ടിലുള്ള ആ പെൺകുട്ടിയുടെ ജീവിതത്തിലായാലും ഏറ്റവും വിശ്വസ്തയോടുകൂടി തന്റെ യജമാനന്മാരെ സ്നേഹിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിച്ച ഭക്തയായിട്ടുള്ളവരാണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വായിച്ച പുതിയ നിയമത്തിലെ ഈ വാക്യത്തിലോട്ട് വരുമ്പോൾ ഈ വാക്യത്തിൽ പ്രധാനമായിട്ടും 9-10 വാക്യങ്ങളിൽ പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് ദാസന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദാസന്മാർ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കണം. അത് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. കൂടാതെ തന്നെ 9-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു ദാസന്മാർ യജമാനന്മാർക്ക് കീഴടങ്ങണം. കൂടാതെ തന്നെ 9-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു സകലത്തിലും പ്രസാദം വരുത്തുന്നവർ ആയിരിക്കണം. 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദാസന്മാർ എതിർ പറയുന്നവർ ആയിരിക്കരുത്. 10-ാമത്തെ വാക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നു ദാസന്മാർ വഞ്ചിച്ചെടുക്കുന്നവർ ആയിരിക്കുവാൻ പാടില്ല. കൂടാതെ തന്നെ 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു ദാസന്മാർ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കണം. ഇങ്ങനെ പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് ഈ 2 വാക്യത്തിൽ നിന്നും ദാസന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് പുതിയ നിയമത്തിൽ ദാസന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ തന്നെയും ഇതേ പറഞ്ഞിരിക്കുന്ന ഗുണവിശേഷങ്ങൾ, അതായത് ഈ 6 കാര്യങ്ങളും പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എലയാസറിന്റെ ജീവിതത്തിൽ ഈ 6 കാര്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദാസനായ ഈ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വിശകലമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ തന്നെയും യജമാനന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ദാസൻ എന്നുള്ള നിലയിൽ ഈ എലയാസർ വളരെ വിശ്വസ്തനും യജമാനെ കീഴടങ്ങി ജീവിച്ചതും യജമാന് പ്രസാദമുള്ള ജീവിതം നയിച്ചതും സകലവും കീഴ്പ്പെട്ട് ജീവിച്ചതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ എലയാസറിനോടുള്ള ബന്ധത്തിൽ ഈ എലയാസറിന്റെ പേരിന്റെ അർത്ഥം എന്തെന്ന് നമ്മളത് നോക്കുമ്പോൾ കാണുന്നത് ദൈവം അല്ലെങ്കിൽ എന്റെ ദൈവം സഹായകൻ, മൈ ഗോഡ് ഈസ് ഹെൽപ്പ്. ദൈവം, എന്റെ ദൈവം സഹായകൻ എന്നാണ് ഈ എലയാസർ എന്ന പേരിന്റെ അർത്ഥം. അതായത് ഈ എലയാസറിന്റെ ശരിക്കുമുള്ള സ്ഥലം 15-ാം അധ്യായം അതിന്റെ ആദ്യത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദമ്മേശേക്കുകാരനായ എലയാസർ, അതായത് എലയാസറിന്റെ സ്ഥലം, താൻ എവിടെ എന്നാണ്, തന്റെ ദേശം എവിടെ എന്നാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ എലയാസർ ഈ അബ്രഹാമിന്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ദാസനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ വീട്ടിൽ വേറെയും അനേക ദാസന്മാർ അല്ലെങ്കിൽ വേലക്കാർ ഉണ്ടായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം തന്നെ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട് അഭ്യാസികളായ 318 ദാസന്മാർ അല്ലെങ്കിൽ വേലക്കാരെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ എലയാസറിനോടുള്ള ബന്ധത്തിൽ ആ ഭവനത്തിലെ എൽഡസ്റ്റ് സർവന്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഭവനത്തിലെ മൂപ്പനായിട്ട് ഈ എലയാസറിനെ അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 2-ലാണ് പറയുന്നത്. അവിടെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് തനിക്കുള്ളതിനൊക്കെയും വിചാരകനായ ദാസൻ, അതായത് ആ ഭവനത്തിലുള്ള മറ്റു ദാസന്മാരെക്കാളും എൽഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്ന ഒരു ദാസനായിരുന്നു എലയാസറിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ എലയാസറിന്റെ കുടുംബജീവിതമോ അല്ലെങ്കിൽ എലയാസറിന് എത്ര വയസ്സുണ്ടോ എന്നൊന്നും അവിടെ ഈ ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാല് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ എലയാസറിന് എന്തായാലും ഒരു ഇസഹാക്കിനെക്കാട്ടിയും വയസ്സുണ്ട്, അതിന് യാതൊരു സംശയമില്ല. കാരണം ഈ അബ്രഹാമിന്റെ ദാസനായ ഈ എലയാസറിനെ കുറിച്ച് അവിടെ പറഞ്ഞതിന് ശേഷമാണ്, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇസഹാക്ക് ജനിക്കുന്നതും ഇസഹാക്കിന് ആ വിവാഹം അന്വേഷിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ ഈ ഇസഹാക്ക് അല്ലെങ്കിൽ ഈ സാറ മരിക്കാറായപ്പോൾ ഈ അബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്ക് ജനിച്ചപ്പോൾ
ഈ സാറയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ജനിച്ചത്? 90 വയസ്സല്ലേ? 90 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ജനിച്ചത്. സാറയ്ക്ക് 90 വയസ്സായപ്പോൾ ഇസ്ഹാക്ക് ജനിച്ചു. അപ്പോൾ ഈ ഇസ്ഹാക്കിനെ കുറിച്ച് ഒരു വയസ്സ്, അല്ലെങ്കിൽ ഈ സാറ എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്? സാറ എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്? 127 വയസ്സിലാണ് സാറ മരിക്കുന്നത്. അപ്പോ നമുക്ക് ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ഇസ്ഹാക്കിന്റെ വയസ്സ് ഏകദേശം ആ സമയത്ത് അറിയാൻ പറ്റും. അതായത് 90 വയസ്സുള്ളപ്പോൾ ഇസ്ഹാക്ക് ജനിച്ചു. സാറയ്ക്ക് 127 വയസ്സായപ്പോൾ സാറ മരിച്ചു. അപ്പോൾ ഏകദേശം 37 വയസ്സുണ്ടായിരുന്നു അല്ലെ? സാറ മരിക്കുമ്പോൾ ഇസ്ഹാക്കിന് ഏകദേശം 37 വയസ്സുണ്ടായിരുന്നു. ഈ ഇസ്ഹാക്ക് എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്? റിബേക്കയെ വിവാഹം ചെയ്യുന്നത് ഇസ്ഹാക്ക് എത്രാമത്തെ വയസ്സിലാണ്? എത്ര? 43? 40? ശരിയാ, 40-ാമത്തെ വയസ്സിലാണ് ഈ ഇസ്ഹാക്ക് റിബേക്കയെ വിവാഹം കഴിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വയസ്സിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സാറ മരിച്ചതിന് ശേഷം, അതായത് 40 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് റിബേക്കയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും 40 വയസ്സിന് മുകളിൽ, കുറഞ്ഞ പക്ഷം 40 വയസ്സിന് മുകളിൽ ഈ എലയാസറിന് പ്രായം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, തന്റെ ഭവനത്തിലെ മൂപ്പൻ, തന്റെ ആ ഒരു ജീവിതത്തിലെ ആ ഒരു പ്രായത്തെയും കൂടി അവിടെ എടുത്തു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൽഡസ്റ്റ് സർവന്റ്, അതായത് അബ്രഹാമിന്റെ വീട്ടിലെ ഉള്ള ദാസന്മാരെ കാട്ടി ഒരു മുതിർന്ന ദാസനായിട്ട് ഈ എലയാസറിനെ എടുത്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം വരുമ്പോൾ ഈ ദാസന്മാരെ കുറിച്ച് പറയുന്നത്, ദാസന്മാർ അവർ എങ്ങനെയാ പറയാ? ദാസന്മാർ ദൈവത്തിന്റെ, നമ്മുടെ ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കുന്നവർ ആയിരിക്കണം. നമ്മുടെ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദാസനോടുള്ള ബന്ധത്തിൽ ഈ ഒരു വാക്യം തന്റെ ജീവിതത്തോട് ഒന്ന് ബന്ധിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലും താന് ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിച്ച ഒരു ദാസനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കാണുന്നത്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 24-12. എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരയണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു, ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു, നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരയണമെന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്കാ, നിന്റെ ഒട്ടകങ്ങൾക്ക് കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിശ്ചയിച്ചവളായിരിക്കട്ടെ. നീ എന്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് അതിനാൽ ഗ്രഹിക്കും. അപ്പോൾ ഈ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എലയാസറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിച്ചവൻ. അതായത് ഈ എലയാസറിന്റെ ജീവിതത്തിൽ താൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു ബന്ധം ഒരു പ്രാർത്ഥനയായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുകയും ആ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ ദാസന്മാരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇത് കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഈ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുകയും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്റെ ജീവിതത്തിൽ ഒരു അലങ്കാരമായിട്ട് തന്റെ ജീവിതത്തിൽ എലയാസർ കൊണ്ടുപോയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ 24-ാമത്തെ അധ്യായത്തിൽ തന്നെ അവിടെ 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതെ ഇരുന്നു. അതായത് നമുക്ക് ആ സന്ദർഭങ്ങളൊക്കെ അറിയാമല്ലോ. അത് റിബേക്കയോടുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നത്. അവിടെ ഈ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മൗനമായിട്ട്, അല്ലെങ്കിൽ അവൻ മിണ്ടാതെ ഇരുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും.
ഇത് നല്ലൊരു ദാസന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ഒരു മിണ്ടാതെ അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരവസ്ഥ, അത് കാര്യങ്ങൾ ശരിയായിരിക്കുന്ന രീതിയിൽ വരുവാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവിടെ എലയാസർ മിണ്ടാതെ ഇരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രതികൂലങ്ങളാകട്ടെ ചില അനുകൂലങ്ങളാകട്ടെ, ഒരു മറുപടി പറയേണ്ടുന്ന കാര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ചില സന്ദർഭങ്ങളിൽ നാം മിണ്ടാതെ ഇരിക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. ഇവിടെ എലയാസർ റിബേക്കയുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ സംസാരിക്കുമ്പോൾ താൻ അവിടെ മിണ്ടാതെ ഇരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഫലങ്ങളൊക്കെ ശരിക്കും നന്മയായിട്ടുള്ള ഫലങ്ങളൊക്കെ തനിക്ക് ലഭിച്ചതായിട്ട് നമുക്ക് മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ യോസേഫിന്റെ ജീവിതം ചിന്തിക്കുമ്പോൾ, പോത്തിഫറിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ആ പോത്തിഫറിന്റെ ഭാര്യയെ വിട്ട്, തന്റെ വസ്ത്രം ആ പോത്തിഫറിന്റെ ഭാര്യയുടെ കയ്യിലാകുമ്പോൾ അതിനെ വിട്ട്, ആ വീട് വിട്ട് യോസേഫ് ഇറങ്ങി ഓടിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ യോസേഫ് യാതൊരു മറുപടിയോ അല്ലെങ്കിൽ തനിക്ക് ആ പോത്തിഫറിന്റെ ഭാര്യയ്ക്കെതിരെ ഒരു ആരോപണമോ കുറ്റമോ ആക്ഷനോ ഒന്നും ആ യോസേഫ് അവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അവിടെ ആ യോസേഫിന്റെ ആ ഒരു മൗനം, അല്ലെങ്കിൽ ഒന്നും പറയാതെ ആ ഭവനം വിട്ട് ഓടിപ്പോയത് കാണാം. അനേകം നന്മകൾ യോസേഫിന്റെ ജീവിതത്തിൽ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ എലയാസറിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ഉപദേശത്തെ തന്റെ ജീവിതത്തിൽ താൻ അലങ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ അലങ്കാരത്തെ ഒരു അനുസരണയായിട്ട് കൂടെ നമ്മൾ കാണുമ്പോൾ അത് ചിന്തിക്കേണ്ടതാണ്. എലയാസർ തന്റെ യജമാനനെ സകലത്തിലും അനുസരിച്ചിരുന്നു. ഈ ദൈവത്തെ അനുസരിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉപദേശത്തെ അനുസരിക്കുകയും അതിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ദാസനോടുള്ള ബന്ധത്തിൽ അവൻ സകലത്തിലും അനുസരണ ഉള്ളവൻ ആയിരിക്കും. അത് തന്നെയാണ് എലയാസറിന്റെ ജീവിതത്തിലും താന് ഒരു അനുസരണയുള്ള ഒരു ദാസനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മള് ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാമും ആ എലയാസറും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അവിടെ സംസാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുമ്പോൾ ഈ അബ്രഹാം ഈ എലയാസറിനെ കൊണ്ട് അവിടെ ദൈവനാമത്തിൽ സത്യം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇസഹാക്കിന് വേണ്ടി പെൺകുട്ടിയെ എടുക്കുവാനായിട്ട് പോകുന്ന കാര്യത്തിൽ ആ വിഷയമായിട്ട് സംസാരിക്കുമ്പോൾ ഈ അബ്രഹാമും എലയാസറും തമ്മിൽ ഒരു ദൈവനാമത്തിൽ സത്യമൊക്കെ ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തന്റെ യജമാനൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യം താൻ പൂർണ്ണ അനുസരണയോടുകൂടി യാതൊരു പ്രതികരണമോ അല്ലെങ്കിൽ മറുത്ത് ഒരു കാര്യമോ ഒന്നും പറയാതെ തികച്ചും അനുസരണയോട് കൂടി ഇവിടെ എലയാസർ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചത്. ദാസന്മാർ എതിർ പറയുന്നവർ ആയിരിക്കുവാൻ പാടില്ല. അതായത് യജമാനന്മാർ പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് എതിർ പറയുന്നവർ ദാസന്മാർ ആയിരിക്കുവാൻ പാടില്ല. അപ്പോൾ എലയാസറിന്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാം എലയാസറിനോട് ഇസ്ഹാക്കിനെ കുറിച്ച് ആ പെൺകുട്ടിയെ അന്വേഷിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി പോകാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഹാരാൻ വരെ പോകില്ല എന്നോ അങ്ങനെയൊന്നും മറുത്ത് ഒരു സംസാരവും ഈ അബ്രഹാമിനോട് എലയാസർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. തന്റെ യജമാനൻ എന്ത് കൽപ്പിച്ചോ അത് പൂർണ്ണ വിശ്വസ്തയോടുകൂടി പൂർണ്ണ അനുസരണയോടുകൂടി അവിടെ എലയാസർ നിർവഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മള് 24:9 വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിന്റെ തുടയിൽ കീഴിൽ വെച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. ഇതൊരു ശരിക്കും ഒരു അനുസരണമായിട്ട് തന്നെ ഇരിക്കുന്നു. അത് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ആ സത്യം നിറവേറ്റിയത് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യജമാനന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് അനുസരണമുള്ളവനായ ഒരു എലയാസറായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഈ അബ്രഹാമിന് സന്തതികൾ ജനിക്കാതെ ഇരുന്ന സമയത്ത് ഈ അബ്രഹാം ദൈവത്തോട് പറയുന്നുണ്ട്, ഈ എലയാസർ വീട്ടിൽ ജനിച്ച ഈ ദാസൻ എന്റെ അനന്തര അവകാശി എന്ന് നമ്മൾ 15-ാമത്തെ അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അനന്തര അവകാശി എലയാസർ ആയിരിക്കുമ്പോൾ
ഈ ഇസ്ഹാക്കിന് വേണ്ടി പെൺകുട്ടിയെ അന്വേഷിക്കണമെന്ന് അബ്രഹാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എലയാസറിന് ഇങ്ങനെ ചിന്തിക്കാം, ഞാനൊരു അനന്തര അവകാശിയല്ലേ, ഇസ്ഹാക്കിന് വേണ്ടി ഞാൻ എന്തിന് പെൺകുട്ടിയെ അന്വേഷിച്ചു പോകണം, അല്ലെങ്കിൽ എന്റെ യജമാനന്റെ മകന് വേണ്ടി ഞാനൊരു പെൺകുട്ടിയെ എന്തിന് തിരഞ്ഞെടുത്ത് കൊടുക്കണം എന്നുള്ള ചിന്തകളൊക്കെ എലയാസറിന്റെ മനസ്സിൽ വരിക സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനമോ ചിന്തയോ എലയാസറിന്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ എലയാസറിന്റെ ഉള്ളിൽ നിന്നും വന്നതായിട്ട് ഒന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. അപ്പോൾ തികച്ചും ഈ എലയാസർ തന്റെ യജമാനനെ കീഴ്പ്പെട്ട് അനുസരണമുള്ള ഒരു ദാസനായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ 24:2 വരുമ്പോൾ ഈ എലയാസറിന്റെ തന്റെ വിനയത്വവും എളിമത്വത്തെ കുറിച്ചൊക്കെ അവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതായത് തന്റെ യജമാനൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിർവഹിച്ച ഒരു ദാസൻ. അതായത് എനിക്ക് അംഗീകാരമൊന്നും ലഭിച്ചില്ല എങ്കിലും തന്റെ യജമാനൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി അനുസരിച്ച ഒരു ദാസൻ, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് വിശ്വസ്തയോടുകൂടി അവൻ ചെയ്തു എന്ന് മാത്രമല്ല അത് അനുസരിക്കുക കൂടെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഈ ദാസൻ എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ പദപ്രയോഗം വളരെയധികം സ്ഥലത്ത് ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് വരുമ്പോൾ ഈ ദാസൻ യജമാനന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കണമെന്ന് തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വായിച്ചതാണ്. അപ്പോൾ ഈ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ എലയാസർ, ഈ അബ്രഹാമിന്റെ ദാസനായ എലയാസർ തന്റെ യജമാനനോട് ഒരു കീഴ്പ്പെട്ട ജീവിതമായിരുന്നു താന് നയിച്ചിരുന്നത്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. കൂടാതെ തന്നെ 27-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ എന്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. കൂടാതെ 52-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ ഈ എലയാസറിന്റെ യജമാനോടുള്ള ആ ഒരു കീഴ്പ്പെടലിന്റെ ഒരു മനോഭാവമാണ് ഇവിടെ പറയുന്നത്. അതായത് ദൈവത്തെ അവർ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ ഈ യജമാനനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ദാസന് മാത്രമേ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കുക. എന്നാൽ ഈ ദൈവവുമായിട്ട് ബന്ധമുള്ളത് മാത്രമല്ല, തന്റെ യജമാനനെ കീഴ്പ്പെട്ട് ജീവിച്ചത് കൊണ്ട് ഈ യജമാനനെ കുറിച്ച് ദൈവത്തോട് പറയുകയും ആ യജമാനെ കുറിച്ച് ചില നന്ദിയുടെ കാര്യങ്ങളൊക്കെ ഈ എലയാസർ ഈ ദൈവത്തോട് പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു ദാസൻ യജമാനെ കീഴ്പ്പെട്ട് ജീവിക്കണം എന്നൊക്കെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പല സ്ഥലങ്ങളിലും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പിന്നാലെ അത് പഠിക്കുന്നതാണ്. എന്നാൽ ഈ എലയാസറിനോടുള്ള ബന്ധത്തിൽ തന്റെ യജമാനനെ അവൻ സകലത്തിലും കീഴ്പ്പെടുകയും സകലത്തിലും പ്രസാദമുള്ള ജീവിതം നയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചതാണ്, ഒരു ദാസൻ യജമാനന് സകലത്തിലും പ്രസാദം വരുത്തുന്നവർ ആയിരിക്കണം. സകലത്തിന് കീഴടങ്ങുന്നവൻ മാത്രമല്ല, ആ ദാസൻ ദൈവത്തിന് സകലത്തിലും പ്രസാദം വരുത്തുന്നവൻ ആയിരിക്കണം. അപ്പോ ഈ എലയാസറിന്റെ ജീവിതത്തിലും തന്റെ യജമാനന് അവൻ സകലത്തിലും പ്രസാദം വരുത്തിയ ഒരു ജീവിതമായിരുന്നു ഈ എലയാസർ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. അതായത് ഈ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ഇസഹാക്കിനെ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നത് വേണ്ടിയിട്ട് ഈ അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി അല്ലെങ്കിൽ അബ്രഹാമുമായിട്ട് ഒരു സത്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മളത് ചിന്തിച്ച കാര്യമാണ്. അത് അവിടെ ഒരു അനുസരണം മാത്രമല്ല, അതൊരു കീഴ്പ്പെടൽ മാത്രമല്ല, തന്റെ യജമാനന് ഒരു പ്രസാദം വരുത്തുന്ന ഒരു കാര്യമായിട്ട് കൂടി അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത്
തന്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ റിബേക്കയെ കണ്ടെത്തി തന്റെ മകന് കൊടുക്കുന്ന കാര്യത്തിൽ ആ യജമാനനോട് ഒരു പ്രസാദമുള്ള ഒരു മനോഭാവവും ജീവിതവും നയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ എലയാസറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചത്. എന്നാല് ഈ അബ്രഹാമിന്റെ ഈ ഭവന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടെന്ന ദാസൻ എന്നതിൽ ഉപരിയായിട്ട് ഈ അബ്രഹാമിന്റെ സകല കാര്യങ്ങളും നോക്കുന്നതിൽ അവൻ വിശ്വസ്തനും ഈ അബ്രഹാമിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു. അതായത് ഈ അബ്രഹാമിന് വളരെയധികം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, ആടുമാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് അവിടെ പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് തന്റെ വിശ്വസ്ത ദാസനായ എലയാസർ ആയിരുന്നു. അതിലൊക്കെ തന്റെ യജമാനന് ഒരു പ്രസാദമുള്ള ഒരു ജീവിതമായിരുന്നു ഈ എലയാസർ നയിച്ചിരുന്നത്. തന്റെ അനേക ദാസീദാസന്മാരെ നോക്കുക, തന്റെ ഭവനം നോക്കുക, ഈ അബ്രഹാമിന്റെ സ്വത്തുവകകൾ നോക്കുക, തന്റെ യജമാന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക. ഈ കാര്യങ്ങളെല്ലാം നോക്കി തന്റെ ജീവിതത്തിൽ ഒരു പ്രസാദമുള്ള, തന്റെ യജമാന് പ്രസാദം വരുത്തുന്ന ഒരു ജീവിതം നയിച്ചിരുന്നതായിട്ട് നമുക്ക് എലയാസറിന്റെ ജീവിതം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാല് ഈ എലയാസറിന്റെ ജീവിതം നമ്മൾ ഒന്നുകൂടി പഠിക്കുമ്പോൾ ഈ എലയാസറിനെ, അതായത് അബ്രഹാം എലയാസറിനെ പെൺകുട്ടിയെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടിയെ അന്വേഷിച്ച് പുറപ്പെടുവാനായിട്ട് പറയുമ്പോൾ ഈ എലയാസറിന്റെ കയ്യിൽ ചില കാര്യങ്ങളൊക്കെ, വിശേഷ കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ തീത്തോസിന്റെ എഴുതിയ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചപ്പോൾ അവിടെ പറയുന്നത് ഒരു ദാസൻ എന്ന് പറയുന്നത് യജമാനന്റെ ഒന്നും വഞ്ചിച്ച് എടുക്കാത്തവനായിരിക്കണമെന്നുള്ള വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെടുന്ന സമയത്ത് അബ്രഹാം ചില കാര്യങ്ങളൊക്കെ എലയാസറിനെ ഏൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് എലയാസറിനെ ഏൽപ്പിച്ചത്? അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 10 ഒട്ടകങ്ങൾ കൊടുത്തു, 10 ഒട്ടകങ്ങൾ. പിന്നെ യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കൾ കൊടുത്തു. പിന്നെ തന്നെ 24-ാമത്തെ അധ്യായത്തിലോട്ട് പോകുമ്പോൾ അവിടെ ആ റിബേക്കയുടെ ഭവനത്തിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുത്ത കാര്യങ്ങൾ പറയുന്നു. 1/2 ശേക്കെൽ തൂക്കമുള്ള പൊൻമൂക്കുത്തി, പിന്നെ 10 ശേക്കെൽ തൂക്കമുള്ള 2 പൊൻവളകൾ, പിന്നെ പിന്നെ ഈ എലയാസറിന്റെ കൂടെ അബ്രഹാമിന്റെ കുറച്ച് ദാസന്മാരെ കൂടെ വിടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എലയാസറിനെ അബ്രഹാം ഏൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇത്രയും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഈ എലയാസറിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിശ്വസ്ത ദാസൻ എലയാസർ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ മോഷ്ടിച്ചെടുക്കുവാനോ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുവാനോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ വിശ്വസ്ത ദാസനായിരുന്ന എലയാസർ, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അബ്രഹാം തനിക്ക് എന്തൊക്കെ ഏൽപ്പിച്ചോ അതിനൊക്കെയും താൻ വിശ്വസ്തനായിരുന്നു. ഒന്നും വഞ്ചിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു വിശ്വസ്തത കേട് കാണിക്കുകയോ ഒന്നും എലയാസർ ചെയ്തില്ല. തന്റെ യജമാനൻ എന്ത് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചോ അതിനൊക്കെ വിശ്വസ്ത ഒരു ദാസനായിട്ട് എലയാസറിനെ കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരു മാനുഷ്യമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം, മനുഷ്യനല്ലേ, ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കും. എന്നാൽ എലയാസറിനോടുള്ള ബന്ധത്തിൽ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട്, തന്റെ യജമാനെ കീഴ്പ്പെട്ട് ജീവിച്ചത് കൊണ്ട്, തന്റെ യജമാനെ പ്രസാദമുള്ള ജീവിതം നയിച്ചത് കൊണ്ട് അവൻ തനിക്ക് ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളിലൊക്കെയും സകലത്തിലും ഈ എലയാസർ വിശ്വസ്തത ഉള്ളവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ നോക്കുമ്പോൾ ചില ദാസന്മാരൊക്കെ ഈ അവിശ്വസ്തത കാണിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾ 2 രാജാക്കന്മാർ 5-ാം അധ്യായം, നമുക്ക് ആ വേദഭാഗം ഒന്ന് എടുക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം, 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമുക്ക് സന്ദർഭം അറിയാം. അവിടെ എലീശയും ഗേഹസ്യയും നയമാനും ഇവര് 3 പേരുടെ ബന്ധത്തിലുള്ള പറയുന്ന കാര്യങ്ങളാണ്. അതായത് 20-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം.
അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവന്റെ കയ്യിൽ വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്ന് ഇറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയ ചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ 2 പേരുടെ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുന്നിൽ നടന്നു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോവുകയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്ന് എന്നാറെ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടി പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നോ സമയം. അപ്പോൾ നമുക്ക് ഈ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതാണ്. അതായത് തൻ്റെ ഗേഹസിയുടെ യജമാനനായ ഈ എലീശയോട് അവിശ്വസ്തത കാണിച്ച ഒരു ദാസനായിട്ട് ഈ ഗേഹസിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ നയമാൻ വരുന്ന സമയത്ത് എലീശയ്ക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ എലീശ അവിടെ അതൊന്നും സ്വീകരിച്ചില്ല. അത് തിരികെ നയമാൻ കൊണ്ടുപോയി. എന്നാൽ അതിന്റെ പിന്നാലെ ഈ ഗേഹസി ചെന്ന്, എലീശ അറിയാതെ ഈ ഗേഹസി പിന്നാലെ ചെന്ന് ഈ ഗേഹസിയുടെ പേരൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് 2 താലന്ത് വെള്ളിയും 1 കൂട്ടം വസ്ത്രവും ഇതൊക്കെ മേടിച്ച് തന്റെ ഭവനത്തിൽ കൊണ്ട് സൂക്ഷിച്ചു വച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ തികച്ചും ഒരു അവിശ്വസ്ത ദാസനായിട്ട് ഈ ഗേഹസിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഇതിനേക്കാൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഗേഹസി കൈപ്പറ്റിയതിനേക്കാൾ വളരെയധികം സ്വത്തുക്കളും വിശേഷമുള്ള സാധനങ്ങളും ഈ അബ്രഹാം എലയാസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ടപ്പോൾ അതൊന്നും താന് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ താൻ ഒളിപ്പിച്ചു വെക്കുകയോ തന്റെ കാര്യത്തിന് വേണ്ടി ചെലവിടുകയോ അതൊന്നും ചെയ്യാതെ അതെല്ലാം സത്യസന്ധതയോടുകൂടി ഈ എലയാസർ ഏറ്റെടുത്ത് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഗേഹസിയോടുള്ള ബന്ധത്തില് താന് അവിശ്വസ്തത കാണിച്ചപ്പോൾ തന്നെ അവിടെ ഈ എലീശ അത് പിടിക്കുകയും അല്ലെങ്കിൽ ഈ കാര്യം അറിയുകയും അവനുള്ള ശിക്ഷാവിധി അവിടെ വരികയും ചെയ്തു. അപ്പോഴേ ഇങ്ങനെയുള്ള സ്വത്ത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ മാനുഷ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ യജമാനായ കർത്താവിനോട് നമ്മൾ അവിശ്വസ്തതകളൊക്കെ കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നു എന്ന് പറയുകയും തന്റെ യജമാനന്മാർക്ക് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടെന്ന് പറയുകയും ഇങ്ങനെയുള്ള വിശേഷ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ മുറുകെ പറ്റി ചിലപ്പോൾ അതിനൊക്കെ നമ്മൾ അവിശ്വസ്തത കാണിക്കുന്ന ഒരു മനോഭാവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ കടന്നു പിടിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ഇവിടെ എലയാസറിനോടുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തിൽ ഇത്രയും സമ്പാദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്രയും വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്റെ യജമാനന്റെ യാതൊന്നും വഞ്ചിച്ച് എടുത്തതായിട്ട് ഈ എലയാസറിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ കൂടാതെ തന്നെ ഈ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഒരു വാക്യം എന്ന് പറയുന്നത്, അവിടെ അവസാനം നമ്മൾ 2ന്റെ അവസാനത്തിൽ അവിടെ വായിച്ചത്, ദാസന്മാർ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവർ ആയിരിക്കണം. നമ്മൾ അത് ചിന്തിച്ച കാര്യമാണ്. ഈ എലയാസറിനോടുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്റെ യജമാനനായ അബ്രഹാമിനോട് താൻ സകലത്തിലും അവൻ നല്ല വിശ്വസ്തത കാണിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ യജമാനനോട് തനിക്കുള്ള വിശ്വസ്തത അല്ലെങ്കിൽ ഈ തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയത്
തന്റെ യജമാനനോടുള്ള സ്നേഹം അല്ലെങ്കിൽ താനും യജമാനനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അത് താൻ വിശ്വാസമായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വസ്തതയായിട്ട് വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ആ 24-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ ആ റിബേക്കയുടെ ഭവനത്തിൽ ഈ എലയാസറും ദാസന്മാരും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ എലയാസർ അബ്രഹാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 24-ന്റെ 34 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദാസൻ, യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. അവൻ മഹോന്നതനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. എന്റെ യജമാനന്റെ ഭാര്യ സാറ വൃദ്ധയായ ശേഷം എന്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കന്യാകുമാരിൽ നിന്നും നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞു. യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പോൾ ഇത് റിബേക്കയുടെ ഭവനത്തിൽ ഈ എലയാസർ ചെല്ലുമ്പോൾ അവിടെ റിബേക്കയുടെ ഭവനത്തിലുള്ളവരെടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൻ്റെ യജമാനനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഉള്ള കാര്യങ്ങൾ അതുപോലെ റിബേക്കയുടെ ഭവനക്കാരോട് പ്രസ്താവിക്കുന്നു. അതായത് ഈ എലയാസറിന് ഈ അബ്രഹാമിനോട് തികച്ചും ഒരു വിശ്വസ്തത ഉള്ളത് കൊണ്ടാണ് ഈ ശരിക്കുമുള്ള കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി റിബേക്കയോടും റിബേക്കയുടെ ഭവനക്കാരോടും ഇത് വെളിപ്പെടുത്തുവാനായിട്ട് തീരുവാനായിട്ട് സാധിച്ചത്. ശരിക്കും ഒരു അവിശ്വസ്തനായിട്ടുള്ള ഒരു ദാസന് ഈ ശരിക്കും യഥാർത്ഥ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ തന്റെ യജമാനൻ തനിക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു അവിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു ആളിനടുത്ത് സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഈ അബ്രഹാമിന്റെ അടുത്ത് ഈ എലയാസറിന് തികച്ചും ഒരു വിശ്വസ്തത ഉള്ളത് കൊണ്ടാണ് തന്റെ യജമാനനെ കുറിച്ച് സത്യസന്ധമായിട്ട്, അതായത് ഉള്ള കാര്യങ്ങൾ അതുപോലെ റിബേക്കയുടെ ഭവനക്കാരെ അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. കൂടാതെ തന്നെ ഈ എലയാസറിന്റെ മറ്റൊരു വിശ്വസ്തതയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 24-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന് 54 മുതൽ 56 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് കൂടി പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ. യജമാനന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഈ എലയാസർ വന്നതിന്റെ കാര്യമൊക്കെ നടന്നു. അത് ഫലമായിട്ട് തീർന്നു. ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുക, റിബേക്കയെ കിട്ടി, കാര്യമെല്ലാം സഫലമായിട്ട് തീർന്നു. എന്നാല് ഈ എലയാസർ ഇതെല്ലാം നടന്നപ്പോൾ അവര് ഈ റിബേക്കയുടെ ഭവനക്കാർ പറയാണ്, കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ എലയാസർ കൊടുക്കുന്ന മറുപടി ഒരു ബദ്ധപ്പാടിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് തനിക്ക് തിരിച്ച് തന്റെ യജമാനന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരു മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ, കാര്യമൊക്കെ ദൈവം സാധിപ്പിച്ചു തന്നല്ലോ, ഇനി എങ്ങനെയും അലസതയോടെ ഒരു മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ മതി എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യം നടക്കുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഒരു ജോലിയാകട്ടെ എന്തോ ആകട്ടെ. അപ്പോൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നമുക്ക് നടന്നു കിട്ടിയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അവിശ്വസ്തരായിട്ട് തീരാറുണ്ട്. അതായത് നാം ചിലപ്പോൾ ഒരു അലംബ മനോഭാവത്തോടു കൂടി നമ്മുടെ ജീവിതം ആയി തീരാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ സഭാകളിൽ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഒരുമിച്ച് കൂടി വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ജോലിയാവട്ടെ, വിവാഹമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്
നാം ഒരുമിച്ച് ഉത്സാഹത്തോടെ ചിലപ്പോൾ സഭയിലൊക്കെ ഒരുമിച്ച് കൂടി വന്ന് കാര്യങ്ങളൊക്കെ സഹോദരി സഹോദരന്മാരോട് ഷെയർ ചെയ്യുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട് അതിനൊക്കെ മറുപടി തരുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ അലസന്മാരായി തീരാറുണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടി വരുവാനോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിച്ഛേദനം സംഭവിക്കാനോ അങ്ങനെയുള്ളതൊക്കെ മാനുഷികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ എലയാസറിനോടുള്ള ബന്ധത്തിൽ റിബേക്കയെ ഇസഹാക്കിന് ഭാര്യയായിട്ട് ലഭിച്ചു എന്നതിന് ശേഷവും തന്റെ യജമാനനോട് താൻ വളരെ വിശ്വസ്തതയുള്ളവനായിട്ട് തീർന്നു. ഒരു അലസ മനോഭാവം അല്ലാതെ തനിക്ക് എപ്പോഴെങ്കിലും തിരിച്ചു മടങ്ങി ചെന്നാൽ മതി, തന്റെ യജമാനെ എപ്പോഴും പോയാലും കാണാമല്ലോ, അല്ലെങ്കിൽ കുറച്ചു ദിവസം ഈ പെൺകുട്ടിയുടെ ഭവനത്തിൽ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് യജമാനന്റെ അടുത്ത് മടങ്ങി പോയാൽ മതി എന്നുള്ള മനോഭാവം ഒന്നും ഈ എലയാസറിന്റെ ജീവിതത്തിൽ വരുന്നില്ല. ദൈവം കാര്യം സാധിപ്പിച്ചു തന്നു, അത് കഴിഞ്ഞു ഉടൻ തന്നെ തന്റെ യജമാനന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ളൊരു മനോഭാവം ഈ എലയാസറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മളെ ചരിത്രമൊക്കെ ചിന്തിക്കുമ്പോൾ ഏകദേശം 500 കിലോമീറ്റർ ആണ് ഈ റിബേക്കയുടെ ഭവനം, അതായത് ഈ എലയാസർ യാത്ര ചെയ്ത് പോയ വൺ വേ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്താണ് ഈ ഇസഹാക്കിന് വേണ്ടി, അതായത് അബ്രഹാമിന്റെ സഹോദരൻ നാഹോറിന്റെ ഭാര്യ മിൽക്കയുടെ ബെതുവേലിന്റെ മകൾ റിബേക്ക, അങ്ങനെയല്ലേ, ബെതുവേലിന്റെ മകൾ റിബേക്കയെ അന്വേഷിച്ച് ഈ എലയാസർ യാത്ര ചെയ്ത് പുറപ്പെട്ടത്. അപ്പോൾ ഇത്രയും യാത്രയുടെ ദൂരം ഉള്ളപ്പോഴും അതൊക്കെ അവഗണിച്ച് ദൈവം തനിക്ക് കാര്യം, അല്ലെങ്കിൽ തനിക്കും തന്റെ യജമാനനും കാര്യം സാധിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ബന്ധപ്പെട്ട് തന്റെ യജമാനന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന ഒരു മനോഭാവം ഈ എലയാസറിന്റെ ജീവിതത്തിൽ ഉണ്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരിക്കും ഈ എലയാസറിന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വായിച്ച ഈ വാക്യം തന്നെ എടുത്താൽ മതി. നമ്മൾ എത്രത്തോളം ദൈവത്തിനോട് വിശ്വസ്തതയുള്ളവരായി തീരാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുവാനായിട്ടാണോ മാത്രമായിട്ടാണോ ഞാൻ ദൈവസന്നിധിയിൽ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി മാത്രമാണോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ സാക്ഷ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്? അങ്ങനെ ആയിരിക്കുവാനായിട്ട് പാടില്ല. ഇവിടെ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ യജമാനനോട് ഏറ്റവും വിശ്വസ്തതയുള്ളവനായിരുന്നത് കൊണ്ട്, അവൻ ദൈവത്തോട് ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചത് കൊണ്ട് അവൻ എപ്പോഴും എക്കാലത്തും എലയാസർ അബ്രഹാമിന് ഒരു വിശ്വസ്ത ദാസനായിട്ട് ജീവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ എലയാസറിന്റെ മരണമോ അല്ലെങ്കിൽ മറ്റ് എത്ര വർഷം ജീവിച്ചോ അല്ലെങ്കിൽ ഈ എലയാസറിന്റെ കുടുംബ പാരമ്പര്യം അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നിരുന്നാൽ തന്നെ വളരെ ചുരുക്കമായിട്ട് ഈ 1-2 അധ്യായങ്ങളില് എലയാസറിനെ കുറിച്ച് വളരെയധികം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ എലയാസർ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു യജമാനൻ, നമ്മുടെ യജമാനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം എത്രത്തോളം വിശ്വസ്തരായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ എന്ന് ഈ എലയാസറിന്റെ ജീവിതം കൂടി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാതെ വെറും അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ടോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാതെ തികച്ചും യജമാനന് വിശ്വസ്ത ദാസന്മാരായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വരുന്ന ക്ലാസ്സിൽ പുതിയ നിയമത്തിലെ ഈ ദാസന്മാർ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമുക്ക് ദൈവാനുഭവിച്ചാൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പുതിയ നിയമത്തിൽ നിന്നും ചില കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത്, ചിന്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ദാസൻ എന്നുള്ള വിഷയം, ഈ ഒരു പേര് അവിടെ വന്നപ്പോൾ എന്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ച ശ്രദ്ധ എന്ന് പറയും പഴയ നിയമത്തിൽ ഈ വിശ്വസ്ത ദാസനായ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെയാണ് ഞാൻ ഈ വാക്യങ്ങളും ഈ എലയാസറിന്റെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ഒന്ന് പഠിച്ചു നോക്കിയത്. തികച്ചും വരുന്ന ദിവസങ്ങളിൽ ദൈവം ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.